everyone. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്ട്രിംഗ് പ്രോഗ്രാംസ് സോൾവ് ചെയ്യാം. സോ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഫ്രീക്വൻസി ഓഫ് എ ക്യാരക്ടർ ഇൻ എ സ്ട്രിംഗ്. അതായത് ഒരു സ്ട്രിങ്ങിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ നമ്മൾ യൂസർ എൻട്രി ചെയ്ത് കൊടുക്കും. ആ ക്യാരക്ടർ ആ സ്ട്രിങ്ങിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ടെന്നുള്ളത് ആ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. സോ അതിന് ഫസ്റ്റ് നമുക്കൊരു ക്യാരക്ടർ അറേ വേണം സ്ട്രിങ്ങിന് സ്റ്റോർ ചെയ്യാൻ. സോ ക്യാർ എസ് ഓഫ് 100 സ്ട്രിംഗ് ലെങ്ത് വന്നിട്ട് നമുക്ക് ഇപ്പോഴേക്ക് 100 കൊടുക്കാം. പിന്നെ ആ ക്യാരക്ടർ വാങ്ങണമല്ലോ, അത് CH. ഏത് ക്യാരക്ടറിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കാൻ പോകണോ ആ ക്യാരക്ടർ വന്നിട്ട് നമ്മൾ CHൽ വാങ്ങും. ഓക്കെ, ഇപ്പോൾ printf enter the string scanf നമ്മൾ വാങ്ങും. സോ scanf %s, yes. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ ഫോർമാറ്റ് സ്പെസിഫയർ വന്നിട്ട് %s നമ്മൾ ആംപർസൻഡ് കൊടുക്കാതെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റും അറേയിൽ. പിന്നെ എൻ്റർ ദി ക്യാരക്ടർ കൊടുക്കാം. സോ scanf %c, %ch, അത് CHൽ പോയിട്ട് സ്റ്റോർ ആകും. ഇപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം. ഈ CH എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ട്രാവേഴ്സ് ചെയ്യണമല്ലോ. സോ അതിനൊരു ലൂപ്പ് വേരിയബിൾ വേണം. അത് i എന്ന് കൊടുക്കാം. പിന്നെ ഫോർ i is equal to 0, i less than ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം, ഒരു അറേ ട്രാവേഴ്സ് ചെയ്യാൻ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൽ ട്രാവേഴ്സ് ചെയ്യാൻ നമ്മൾ രണ്ട് വിധത്തിൽ കൊടുക്കാം. സ്ട്രിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ അതിൻ്റെ ലെങ്ത് കഴിയണ വരയ്ക്കും നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നൾ ക്യാരക്ടർ വരണ വരയ്ക്കും നമ്മൾ ട്രാവേഴ്സ് ചെയ്യാം. സോ രണ്ട് മെത്തേഡിൽ ട്രാവേഴ്സ് ചെയ്യാം. സോ ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ i less than ലെങ്ത് എന്ന് കൊടുക്കാം. നമ്മളിവിടെ ലെങ്ത് കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇറ്റ്സ് ബെറ്റർ ടു ഗിവ് s of i is not equal to സിംഗിൾ കോഡ്സിൽ /0, അതായത് നൾ ക്യാരക്ടർ. ഓക്കെ, പിന്നെ i++. നമ്മളിവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ട്രിങ് വന്നിട്ട് മോർണിംഗ് ആണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി മെമ്മറിയിൽ ഇത് സ്റ്റോർ ആകുമ്പോൾ g കഴിഞ്ഞിട്ട് /0 വരും. ബട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ വരില്ല. ബട്ട് മെമ്മറിയിൽ സ്റ്റോർ ആകുമ്പോൾ എക്സ്ട്രാ ഒരു നൾ സ്പേസ് വന്നിട്ട് അതിന് സ്റ്റോർ ആകും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്യാം? ഇപ്പോൾ സപ്പോസ് ഓരോ ക്യാരക്ടറായിട്ട് പ്രിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് s of i, ഇത് s of 0, s of 1, s of 2 അങ്ങനെയല്ലേ പ്രിന്റ് ചെയ്യുക. സോ s of i വന്നിട്ട് സപ്പോസ് ദാറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു നൾ ആണെങ്കിൽ ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ അതൊരു കണ്ടീഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നൾ വാല്യൂവിന്, നൾ ക്യാരക്ടറിന്. ഓക്കെ, ഇപ്പോൾ ലൂപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ചെക്ക് ചെയ്യണം ഇഫ് CH ഈക്വൽ ടു s of i ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാം. സോ കൗണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, സോ അതിവിടെ ഡിക്ലെയർ ചെയ്യാം. count equal to 0. So suppose if s of i വന്നിട്ട് CH ആണെങ്കിൽ നമ്മൾ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ കൗണ്ട് പ്രിന്റ് ചെയ്യും. സോ printf frequency of %c is %d. ഓക്കെ, ഇത് ഞാൻ ഇൻറ്റീജറിലാണ് ചെയ്യേണ്ടത്, സോറി. സോ ഇവിടെ int count equal to 0, എന്നിട്ട് %c വന്നിട്ട് CH, കൗണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ സ്ട്രിങ് എൻട്രി ചെയ്യാം, ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ്. ഓക്കെ, ഇവിടെ ക്യാരക്ടർ വാങ്ങിയിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ പോയിന്റ് ടു ബി നോട്ടഡ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഹെലോ എന്ന് പറഞ്ഞത് വാങ്ങി, അടുത്തത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. ബട്ട് ഈ സ്കാനർ സ്റ്റേറ്റ്മെന്റിൽ ക്യാരക്ടർ ചോദിച്ചില്ല, നമുക്ക് ചോദിക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തു, ഈ printf എക്സിക്യൂട്ട് ചെയ്തു. എന്താന്ന് വെച്ചാൽ ഒരു സ്ട്രിങ് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ HELLO പറഞ്ഞ സ്ട്രിങ് എൻട്രി ചെയ്യുമ്പോൾ ഇതിൻ്റെ അടുത്ത സ്പേസ് വന്നിട്ട് നൾ ക്യാരക്ടർ ആയിരിക്കും. സോ നമ്മളിവിടെ /n കൊടുക്കാതെ നമ്മളൊരു ക്യാരക്ടർ വാങ്ങിയാൽ ക്യാരക്ടറും നള്ളും മേർജ് ആയിട്ട് നള്ളിൻ്റെ സ്പേസിൽ ഈ ക്യാരക്ടർ പോണ വരും. സോ ആക്ച്വലി നമ്മുടെ പ്രോഗ്രാമിനുള്ള സ്പേസ് വന്നിട്ട് 5 ലെറ്റേഴ്സാണ് നമുക്ക് വേണ്ടത്. HELLO നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അടുത്തത് എന്ത് വരണോ അത് CH ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഇവിടെ CH വാങ്ങാതെ ഡയറക്റ്റ് ആയിട്ട് നൾ വാല്യൂവിനെ എടുത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇപ്പം നമ്മളിവിടെ അതെങ്ങനെ മാറ്റാന്ന് വെച്ചാൽ ഓക്കെ, %c വാങ്ങുന്നതിന് മുമ്പ് /n കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ വൈറ്റ് സ്പേസ് വാങ്ങില്ല. ഇപ്പോൾ എൻ്റർ ദ സ്ട്രിങ്ങിൽ വന്നിട്ട്
ഹലോ എൻ്റർ ദി ക്യാരക്ടർ. ഇപ്പോൾ വാങ്ങി, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ട്രിങ് വാങ്ങിയിട്ട് HELLO കഴിഞ്ഞ് ഒരു വൈറ്റ് സ്പേസ് ഉണ്ടാകും, അല്ലെങ്കിൽ വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ നൾ ക്യാരക്ടർ ഉണ്ടാകും. ആ നൾ ക്യാരക്ടറിനെ ഈ CH ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ക്യാരക്ടർ ആണെന്ന് വെച്ച് എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ എടുക്കാതിരിക്കാൻ /n കൊടുത്താൽ ഹലോ കഴിഞ്ഞ് അടുത്ത ലൈനിലല്ലേ എടുക്കുള്ളൂ. സോ നമ്മൾ കൊടുക്കണമായിരിക്കും വാല്യൂ. ഇപ്പം ഞാൻ എല്ലിൻ്റെ ഫ്രീക്വൻസി നോക്കാം. സോ ഫ്രീക്വൻസി ഓഫ് L 2 times occur ആകുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം ചെയ്യാം. നെക്സ്റ്റ് പ്രോഗ്രാം വന്നിട്ട് കൗണ്ട് വവൽസ്, കൺസണൻസ്, ഡിജിറ്റ്സ്, വൈറ്റ് സ്പേസസ് ഇൻ എ സ്ട്രിങ്. സോ ഒരു സ്ട്രിങ്ങിൽ എത്ര വവൽസ് ഉണ്ട്, എത്ര കോൺസണൻസ് ഉണ്ട്, എത്ര ഡിജിറ്റ്സ് ഉണ്ട്, എത്ര വൈറ്റ് സ്പേസ് ഉണ്ട്. ഈ ക്യാരക്ടർ എല്ലാമേ ഒരു സ്ട്രിങ്ങിൽ ഉണ്ടെങ്കിലും ഇതിനൊക്കെ എത്ര കൗണ്ട് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആ കൗണ്ടിനെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഒരു സ്ട്രിങ് വെറും ഒരു വേർഡിനെ വാങ്ങേണ്ടതായിരുന്നു. ഇപ്പൊ നമുക്ക് ഒരു സ്ട്രിങ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് വേർഡ്സ് അല്ലേ. സോ ഒരു സെന്റൻസിനെ നമ്മൾ ഒരു സ്ട്രിങ് എന്ന് പറയും. ഒരു സെന്റൻസ് വാങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സ്കാനഫിൽ വാങ്ങിയാൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം അവിടെ വൈറ്റ് സ്പേസ് വരും. നമുക്ക് ഇവിടെ വാങ്ങി നോക്കാം. സോ S/100 സ്കാനഫിൽ %s, yes. ഇപ്പോൾ ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് %s, yes. ഹലോ എന്ന് മാത്രമേ പ്രിന്റ് ആയിട്ടുള്ളൂ. ഈ O കഴിഞ്ഞിട്ട് ഉള്ളതൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ വൈറ്റ് സ്പേസ് വരുന്നുണ്ട്. സോ ഒരു കംപ്ലീറ്റ് സ്ട്രിങ് എന്ന് വെച്ചാൽ സ്പേസ് ഇല്ലാതെ, വൈറ്റ് സ്പേസ് ഇല്ലാതെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഒരു വേർഡിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇങ്ങനെ ഒരു സെന്റൻസ് വരുമ്പോൾ നമ്മൾ ഒരു റെഗുലർ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യണം. സപ്പോസ് ഇങ്ങനെ സെന്റൻസ് വാങ്ങണമെങ്കിൽ, സോ നമുക്കിപ്പോൾ ഒരു സെന്റൻസ് വാങ്ങണം, ഒന്നിച്ച് ഒരു സ്ട്രിങ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൽ സ്റ്റോർ ചെയ്യണം ആ സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ടെന്ന് വെച്ചാൽ നമ്മളിവിടെ %s കൊടുത്താൽ പോരാ. ഓപ്പൺ സ്ക്വയർ ബ്രേസസ്, ക്ലോസ് സ്ക്വയർ ബ്രേസസ് കൊടുക്കും ഫസ്റ്റ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് power/n, ന്യൂ ലൈനിൻ്റെ നമ്മൾ ഈ പവർ സിമ്പിൾ പിന്നെ /n ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഒരു സെൻറ്റൻസ് വാങ്ങാൻ പറ്റും. സോ ഈ റെഗുലർ എക്സ്പ്രഷൻ നമ്മൾ ഓർമ്മ വയ്ക്കണം. സോ ഇപ്പോൾ ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഫുൾ സെൻറ്റൻസ് വാങ്ങിയിട്ട് പ്രിന്റ് ചെയ്തു. വൈറ്റ് സ്പേസിനെയും കൺസിഡർ ചെയ്തിട്ട് അതിനും ഒരു സ്പേസ് അലക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇപ്പോൾ ഈ പ്രോഗ്രാമിന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വവൽസ്, കൺസണൻസ് ഒക്കെ നമ്മൾ കൗണ്ട് ചെയ്യണമല്ലോ. സോ ഇപ്പോൾ ഇത് ഈ ഒരു സ്ട്രിങ് വാങ്ങി എന്നിട്ട് നമ്മളൊരു കൗണ്ട് ഡിക്ലെയർ ചെയ്യണമല്ലോ. സോ ഇൻറ്റിജറിൽ വന്നിട്ട് വവൽ കൗണ്ട് ഈക്വൽ ടു 0, കോൺസണന്റ് കൗണ്ട് ഈക്വൽ ടു 0, പിന്നെ ഡിജിറ്റ് കൗണ്ട് ഈക്വൽ ടു 0, പിന്നെ സ്പേസ് കൗണ്ട് ഇസ് ഈക്വൽ ടു 0. അങ്ങനെ 4 കൗണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാം. ഫോർ അതിനു മുമ്പ് ഇവിടെ i വേരിയബിൾ വേണം, ലൂപ്പ് വേരിയബിൾ i is equal to 0. ഓക്കെ, ഇപ്പോൾ ഇവിടെ i is equal to 0 കണ്ടീഷൻ എന്താ കൊടുക്കാന്ന് വെച്ചാൽ S/i നോട്ട് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ /0, അതായത് നൾ ക്യാരക്ടർ i++. ഓക്കെ, ഇത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യണം വവൽ ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. സോ ഇഫ് S/i ഈക്വൽ ടു a, വവൽ a ആണെന്ന് ചെക്ക് ചെയ്യണം. സോ ക്യാപിറ്റൽ വവൽസും സ്മോൾ ലെറ്റർ വവൽസും നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ഈ വവൽസിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണമല്ലോ. സോ ഓർ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുക. S/i ഈക്വൽ ടു a. ഓക്കെ, ഇപ്പോൾ ഈ കണ്ടീഷനിൽ a സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും കൊടുത്തിട്ട് ഞാൻ ചെക്ക് ചെയ്യണം. ഇഫ് ആ S/i വന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ വവൽ കൗണ്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. സോ വവൽ കൗണ്ട് ++ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇതല്ല ഇപ്പോൾ കോൺസണന്റ് ആണെന്ന് വെച്ചാൽ എൽസ് ഇഫ് S/i is greater than or equal to, അതായത് ആൽഫബറ്റ് ആയിരിക്കണം. വവലും കോൺസണന്റും ആവാൻ ഈ ലെറ്റർ വന്നിട്ട് ആൽഫബറ്റ് ആയിരിക്കണമല്ലോ. ഈ ക്യാരക്ടർ ആൽഫബറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഐദർ എ വവൽ ഓർ എ കോൺസണന്റ്. സോ വവൽ അല്ലാന്ന് നമുക്ക് അറിഞ്ഞു. ഇനി അത് ആൽഫബറ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഇറ്റ് വിൽ ബി ഓഫ് കോഴ്സ് എ കോൺസണന്റ്, കാരണം ഇഫ് കഴിഞ്ഞിട്ടാണല്ലോ എൽസ് വരിക. സോ അതിൽ വവൽ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൗണ്ട് പോയി കളയും. വവൽ അല്ലെങ്കിൽ ഒബ്വിയസ്ലി
ഇഫ് ദാറ്റ് ഈസ് എൻ ആൽഫബറ്റ് അത് കോൺസണന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അതൊരു ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സോ എസ് ഓഫ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, ആംപസൻഡ് എസ് ഓഫ് ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ്. ഓക്കെ, ഇതൊരു കണ്ടീഷൻ. ഓർ S of I is greater than or equal to capital A, ampersand S of I is less than or equal to capital Z. ഇത് വേറൊരു കണ്ടീഷൻ. സോ ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കൺസണന്റ്. അങ്ങനെയാണെങ്കിൽ കോൺസണന്റ് കൗണ്ട് പ്ലസ് പ്ലസ് കൊടുക്കും നമ്മൾ. ഇതല്ലെങ്കിൽ ഇപ്പം ഇത് നമ്പർ ആണോന്ന് ചെക്ക്, ഡിജിറ്റ് ആണോന്ന് ചെക്ക് ചെയ്യണം. സോ എൽസ് ഇഫ് S of I is greater than or equal to 0 to 9 ആണെങ്കിൽ അത് നമ്പർ, ആ ഡിജിറ്റ് ആയിരിക്കും. സോ ആംപസൻഡ് എസ് ഓഫ് ഐ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അങ്ങനെയാണെങ്കിൽ ഡിജിറ്റ് കൗണ്ട് പ്ലസ് പ്ലസ് കൊടുക്കും. എൽസ് എസ് ഓഫ് ഐ ഈക്വൽ ടു സ്പേസ്, വൈറ്റ് സ്പേസ്, അതായത് രണ്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ ഒരു വൈറ്റ് സ്പേസ് കൊടുത്താൽ അതിന് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ സ്പേസ് കൗണ്ട് പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാം. ഇതിനെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സ്ട്രിങ് എൻട്രി ചെയ്യണം. സോ ദി സ്ട്രിങ് വാല്യൂ ഇസ് entered 3 times and 45 times. ഓക്കെ, സോ ഇവിടെ വവൽസ് വന്നിട്ട് 14 ഉണ്ട്. അപ്പോൾ സോ ബാക്കിയുള്ളതൊക്കെ കോൺസണൻസ്, 22 കോൺസണൻസ് ഉണ്ട്. ഡിജിറ്റ്സ് വന്നിട്ട് 3 ഡിജിറ്റ്സ്, അതായത് 3, 4 and 5 ഡിജിറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് സ്പേസ് വന്ന് 9 വൈറ്റ് സ്പേസ് ഉണ്ട്. സോ ഇതൊരു 1, 2, 3, 4, 5, 6, ഇവിടെ ഒരു 6, 7, 8 and 9. സോ 9 വൈറ്റ് സ്പേസ് ഉണ്ട്. നെക്സ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ റിവേഴ്സ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ തന്നിട്ട് അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ റിക്കേർഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. സോ ഇവിടെ ഫസ്റ്റ് പ്രിന്റ് എൻ്റർ ദ സ്ട്രിങ് കൊടുത്ത് നമ്മൾ ഈ റിവേഴ്സ് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാം. കോൾ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ വാങ്ങാൻ പോകണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ട്രിങ് ആയിട്ട് വാങ്ങാതെ ഓരോ ക്യാരക്ടർ ആയിട്ട് നമ്മൾ വാങ്ങാം. സോ scanf %c, ampersand c. So first character വാങ്ങിയിട്ട് if c not equal to ന്യൂ ലൈൻ വരയ്ക്കും /n, അതായത് ഒരു സെന്റൻസ് തീരണ വരയ്ക്കും. /0 എന്ന് കൊടുത്ത ഒരു വേർഡ് തീരണ വരയ്ക്കും അല്ലേ. സോ /n പറഞ്ഞാൽ ഒരു സെന്റൻസ് തീരണ വരയ്ക്കും. നമ്മൾ ഈ ഇഫ് കണ്ടീഷൻ റൺ ചെയ്തിട്ട് ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ എന്താ കൊടുക്കുകയെന്ന് വെച്ചാൽ റിവേഴ്സ് ഫംഗ്ഷൻ കോൾ, റിക്കേർഷൻ അല്ലേ. സോ ഇതിനെ പിന്നെയും നമ്മളിവിടെ റിവേഴ്സ് കോൾ ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യും. സോ പ്രിന്റ് എഫ് %c, c. ഓക്കെ, ഇപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഇതാണ് സ്ട്രിങ്. ഓക്കെ, ഇപ്പോൾ ഇത് റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താവും എന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ജി പറഞ്ഞ ക്യാരക്ടർ വാങ്ങും. പിന്നെ അത് വന്നിട്ട് /n ആണെന്ന് ചെക്ക് ചെയ്യും. അല്ല, പിന്നെയും റിവേഴ്സ് വാങ്ങും, റിവേഴ്സ് കോൾ ചെയ്യും. എന്നിട്ട് O വാങ്ങും. അങ്ങനെ ഈ ഓരോ ലെറ്ററും എൻട്രി ചെയ്ത് നമ്മൾ ലാസ്റ്റ് വരും. ലാസ്റ്റ് വന്നിട്ട് E വാങ്ങിക്കഴിഞ്ഞാൽ അത് വന്നിട്ട് ന്യൂ ലൈൻ ആണല്ലോ. സോ ന്യൂ ലൈൻ ആയത് കാരണം അവിടെ എൻഡ് ആകും, ഈ റിവേഴ്സ് ഫംഗ്ഷൻ കോൾ എൻഡ് ആകും. പിന്നെ ഇനെ പ്രിന്റ് ചെയ്ത് എന്നിനെ പ്രിന്റ് ചെയ്ത് റിവേഴ്സിൽ പ്രിന്റ് ചെയ്തിട്ടേ വരും. സോ ഇങ്ങനെയാണ് റിവേഴ്സ് പ്രിന്റ് ചെയ്യാം റിക്കേർഷൻ യൂസ് ചെയ്തിട്ട്. അടുത്ത പ്രോഗ്രാം റിമൂവ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ് എക്സെപ്റ്റ് ആൽഫബറ്റ്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു സ്ട്രിങ് വാങ്ങി. ഇനി ഇതിൽ ക്യാരക്ടേഴ്സ് അല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. സോ നമ്മൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൂപ്പ് വേണമല്ലോ. സോ I is equal to 0, s of I not equal to /0, അതായത് null, I++. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ കണ്ടീഷൻ കൊടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. വൈൽ ലൂപ്പ് എന്തിനാന്ന് വെച്ചാൽ ടു ചെക്ക് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ക്യാരക്ടർ അല്ലെങ്കിൽ നോട്ട് ആൻ ആൽഫബറ്റ്. സോ നോട്ട് ഓപ്പറേറ്റർ കൊടുത്തിട്ട് s of I
greater than or equal to a. Okay, ampersand s of I less than or equal to z, ampersand not. Okay, ഇപ്പോൾ ഇത് വന്നിട്ട് ക്യാപിറ്റൽ ലെറ്ററും ആയിരിക്കില്ല, ബിക്കോസ് നോട്ട് ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്, സ്മോൾ ലെറ്ററും ആയിരിക്കില്ല. വൈൽ ദാറ്റ് ഈസ് ട്രൂ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ വേറൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. ഫോർ ജെ ഇസ് ഈക്വൽ ടു ഐ, അതായത് ഐ തൊട്ട് പിന്നെ എസ് ഓഫ് ജെ നോട്ട് ഈക്വൽ ടു /0 ജെ പ്ലസ് പ്ലസ്. ഓക്കെ, s of j equal to s of j plus 1. Okay, ഇവിടെ fgh7./n ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമുക്ക് ആൽഫബറ്റ്സ് മാത്രമല്ലേ വേണ്ടൂ, സോ fghn മാത്രം അതെടുത്തിട്ട് പ്രിന്റ് ചെയ്തു. ഓക്കെ, find the length of the string without using library function. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ സ്ട്രിങ് വാങ്ങി, എന്നിട്ട് len വന്നിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. വൈൽ s of I നോട്ട് ഈക്വൽ ടു /0, അതായത് നൾ വരയ്ക്കും നമ്മൾ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ലെങ്ത് വാല്യൂനെ ഇൻക്രിമെന്റ് ചെയ്യും. സോ ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ വേർഡ് വന്നിട്ട് ഹലോ എന്നാണെങ്കിൽ, സോ ദിസ് വിൽ ബി എസ് ഓഫ് 0 ലെങ്ത് ഇൻക്രിമെന്റ് ആകും, എസ് ഓഫ് 1 ഇൻക്രിമെന്റ് ആകും, 2 3 4 ഇൻക്രിമെന്റ് ആകും. 4 കഴിഞ്ഞിട്ട് /0 ആണല്ലോ ഇവിടെ, സോ അത് ഈക്വൽ ആകുമ്പോൾ വൈൽ ലൂപ്പ് എക്സിറ്റ് ആയിട്ട് ലെങ്ത് പ്രിന്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഐ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണം, നമ്മൾ ഐ വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യണ്ടല്ലോ. സോ അതുകൊണ്ട് ലെങ്ത്തും ഇൻക്രിമെന്റ് ചെയ്യുക, ഐയും ഇൻക്രിമെന്റ് ചെയ്യാം ഉള്ളിൽ. ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പ്രോഗ്രാമിംഗ് പറഞ്ഞ വേർഡിന്റെ ലെങ്ത് വന്നിട്ട് 11 ലെറ്റേഴ്സ് ഉണ്ട്. സോ അങ്ങനെയാണ് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.